കവിത ചൊല്ലി ക്വിസ് മാസ്റ്ററായി മന്ത്രി വി.എൻ. വാസവൻ മാറിയപ്പോൾ തത്സമയം ഉത്തരങ്ങളുമായി വിദ്യാർത്ഥികളും. കോട്ടയം ജില്ലാതല വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു മാഷായി മന്ത്രി മാറിയത്. മന്ത്രിയുടെ കവിത കേട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും അമ്പരന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിവർണ്ണങ്ങൾ വർണ്ണം വിതറിയ അവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടന്നൊരു പിഴിക്കോടുകളിൽ കൗതുക ലോകം വരവായി. ഈ പ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിൽ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി പത്തനംതിട്ട ജില്ലയിലെ താമരക്കുടി സ്കൂളിലെ വിദ്യാർത്ഥിനി ഭദ്ര ഹരി എഴുതിയ മനോഹരമായ കവിതയാണ്. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ കവിത ചൊല്ലിക്കൊണ്ടായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ ജില്ലാതല വായന പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടെ തീർന്നില്ല മന്ത്രിയുടെ കവിത. വള്ളത്തോളിന്റെയും വയലാറിന്റെയും കുമാരനാശാന്റെയും ചങ്ങമ്പുഴയുടെയും ONVയുടെയും കവിതകൾ വരിതെറ്റാതെ ഈണത്തിലും താളത്തിലും ചൊല്ലി മന്ത്രി. പിന്നാലെ കുട്ടികളോട് ചോദ്യങ്ങളും ചോദിച്ചു. അനുപമ കൃപാനീതി അഖില വംശാഖ്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തരമാധുരാപൂരി ഉത്തരരോചത്തിലുള്ള വിസ്തൃത രാജാവീഥി തൻ കിഴക്കരുകിൽ. മനോഹരമായ ഒരു മഹാകവിയുടെ കവിതയാണ്. ആരാണ് ഈ കവി എന്ന് പറയാമോ? ഏതാണ് ആ പുസ്തകം എന്ന് പറയാമോ? ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കുട്ടികളും രക്ഷിതാക്കളും മന്ത്രിയുടെ ചോദ്യത്തിന് മറുപടി നൽകി. അവിടെ ഒരു രക്ഷകർത്താവാണ്, ടീച്ചറാണ്. ഒരു ആൻസർ ഉണ്ടായിരിക്കുന്നു. മഹാകവി കുമാരനാശാന്റെ കവിതയാണ്. കൺഗ്രാജുലേഷൻ. ഓക്കെ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ശരിയാ. കൺഗ്രാജുലേഷൻ മയന. ഉത്തരം നൽകിയവർക്ക് മന്ത്രിയുടെ വക സമ്മാനവും. അങ്ങനെ വായന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വായനയുടെയും അറിവിന്റെയും മലയാള കവിതയുടെയും ആഘോഷവേദിയായി മാറി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.